ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ആണ് പറയുന്നത്, വേറൊന്നുമല്ല. പുഷ്പ ടു ഇന്ന് രാവിലെ റിലീസായിരുന്നു. 4 മണിക്ക് തന്നെ ഫാൻ ഷോ തന്നെ ഞാൻ പോയി കണ്ടു. അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയുമ്പോൾ നമ്മുടെ സുകുമാർ സംവിധായകൻ കുഴപ്പമില്ലാത്തൊരു സിനിമ എടുത്തു വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. പടം മോശമാണെന്ന് ആരും പറയില്ല, ഒട്ടും മോശമല്ല സിനിമ. അങ്ങനെ ആരെങ്കിലും പറയുവാണെങ്കിൽ അതിൻ്റെ ഇതുണ്ട്. പിന്നെ മാസ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ക്ലൈമാക്സിൽ കാത്തിരിക്കുന്നത് മാസല്ല എന്നുള്ളൊരു പോരായ്മ പലരും പറയുന്നതായിട്ട് നമ്മൾ കണ്ടു. പക്ഷേ സിനിമയുടെ ആ ഒരു ക്ലൈമാക്സ് കൂടെ എടുക്കാൻ നേരത്ത് കുറേ സെൻറ്റിമെൻറ്റ്സ് ഈ ഫാമിലി സംബന്ധമായ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അത് വർക്കൗട്ട് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വർക്കൗട്ടായി, മറ്റുള്ളവരുടെ കാര്യം നമുക്കറിയില്ല. ഇത് അങ്ങനെ അല്ലാതെ കാണുന്നവരും ഉണ്ട്. ചിലപ്പോൾ മാസം മാത്രം ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരും ഉണ്ട്. അവർക്ക് ഇത് വർക്കൗട്ട് ആവില്ല എന്നറിയത്തില്ല. കാര്യം അവസാന സിനിമയുടെ എൻഡിലോട്ട് വരാന്നിടത്ത് കൂടുതൽ ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ സിനിമയുടെ പല ഷൂട്ടിംഗ് സൈറ്റുകളിലും പോയിട്ട് അല്ലു അർജുൻ പറയുന്നുണ്ടായിരുന്നു ഫഹദ് ഫാസിലിന് ഭയങ്കര മാരകമായിട്ടുള്ള റോളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഒരു ഭഗതിനെ കാണിക്കുന്ന റോളൊക്കെ ഭയങ്കര രോമാഞ്ചം വരുന്ന ഒരു റോള് തന്നെയാണ് കേട്ടോ. അടിപൊളിയായിട്ടാണ് ആ ഒരു എൻട്രിയൊക്കെ ഫഹദ് ഫാസിലിൻ്റെ കാണിച്ചിരിക്കുന്നത്. അപ്പം അത് ഒഴിച്ചു മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫഹദ് ഫാസിൽ വില്ലന് അത്ര വലിയ പ്രാധാന്യമൊന്നും സിനിമ കൽപ്പിച്ച് നൽകുന്നില്ല. അവസാനമൊക്കെ പോകാൻ നേരത്ത് വില്ലനും നായകനോട്ടുള്ള ആ ഒരു ഫൈറ്റ് എന്ന് ഉള്ള ആ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് നമ്മൾ പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ അത് നീ കിട്ടില്ല. പകരം സ്വാഭാവികമായിട്ടും എന്തെങ്കിലും സിനിമയിൽ കാണുമ്പോൾ തന്നെ ക്ലീശയായിട്ട് തന്നെയാണ് സംഭവം പോകുന്നത്. പിന്നെ മൊത്തത്തിൽ സിനിമ മോശമല്ല. മാസ് പടമായിട്ട് മാത്രം കാണാൻ പോരുത്. അത്യാവശ്യം ക്ലാസ് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ പുഷ്പയിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നത് അത് ആ സിനിമയിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. പിന്നെ തെലുങ്ക് പടത്തിൻ്റെ ചില പോരായ്മകൾ ഈ സിനിമയിലും ഉണ്ട്. കുറച്ച് എന്താ പറയുന്നത് സീക്വൻസൊക്കെ തെലുങ്ക് സിനിമ മാതൃക തന്നെയാണ്. പിന്നെ അവർ മലയാളത്തിൻ്റെ കുറേ സംഭവങ്ങൾ പിടിച്ചിട്ടുണ്ട്. കുറേ റിയൽ ആക്ടിങ് അത് കുറേ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ രശ്മിക മന്ദാനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫസ്റ്റ് പാർട്ടിൽ അത്ര വലിയ പ്രാധാന്യമില്ലാത്ത രശ്മി മന്ദാനയ്ക്ക് ഈ സിനിമയിൽ മാസ് പറയാൻ നമുക്ക് അത്ര മലയാളികൾക്ക് അത്ര വർക്കൗട്ട് ആവില്ല എന്നറിയില്ല. എന്നിരുന്നാലും അത് കുറേ മാസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. കാര്യം പുഷ്പയെ പറ്റി ഭയങ്കരമായിട്ട് എടുത്തു പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ പറയുമാതിരി റാവു രമേശ് ആയാലും കുഴപ്പമില്ലായിരുന്നു. വിദ്യ ഒരു ന്യൂ ഫേസാണ്, അവർ വലിയ കുഴപ്പമില്ലായിരുന്നു ഈ പറയുമാതിരി. പിന്നെ സെൻറ്റിമെൻറ്റ്സ് പിന്നെ നായികയെ കാണാൻ പോകുന്നവർക്ക് ഉണ്ട് കേട്ടോ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുമാതിരി ആൾക്കാർക്ക് നായിക എടുത്ത് കാണാൻ വേണ്ടി അവരുടെ സ്ട്രെച്ചായി കിട്ടുന്ന രീതിയിൽ കുറേ സംഭവങ്ങൾ സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കാര്യം അത് ഈ റൊമാൻസ് സീനിലും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജഗപതി ബാബു കുഴപ്പമില്ലാത്തൊരു റോള് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് എന്നൊന്നും പറയത്തില്ല, സൂപ്പറാണ്, നല്ല പടമാണ്. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന ഒരു മാസം മാത്രം പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് കുറച്ച് ഫാമിലി സീക്വൻസും കൂടെ എക്സ്ട്രാ ഇട്ട് തന്നിട്ടുണ്ട്. ചിലർക്ക് വർക്കൗട്ട് ആവും, ചിലർക്ക് വർക്കൗട്ട് ആവത്തില്ല. ചിലർക്ക് ഈ ഫാമിലിയുമായിട്ട് ഈ പറയുന്ന കുറച്ച് കണ്ണീരും കിനാവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തേർഡ് പാർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന ഒരു സെൻറ്റിമെൻറ്റ്സ് ആയി പോകുമോ എന്നുള്ളൊരു സംശയം കൂടെ ഉണ്ട്. സിനിമ എനിക്ക് തോന്നുന്നത് ഈ പുഷ്പ 2 എന്നുള്ളത് 2 തന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഉള്ള വിലയും കൂടെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതു അഭിപ്രായത്തിനപ്പുറത്ത് ഇതാണ്. പിന്നെ ഒരു അടിപൊളി ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ അല്ലു അർജുൻ്റെ കൈ കെട്ടിയിട്ടിട്ടുള്ള ഒരു സ്റ്റണ്ടുണ്ട്. അപ്പോൾ ആ സീനിൽ അതെടുത്ത് പറഞ്ഞിട്ട് ഈ സിനിമയിലൊരു സീനുണ്ട്. അതുകൊണ്ട് തന്നെ കൈയും കാലും കൂടെ പുള്ളിക്കാരൻ്റെ കെട്ടിയിടുന്നൊരു ഇതൊക്കെ ഉണ്ട്. അത് അത്യാവശ്യം വർക്കൗട്ടായി കേട്ടോ. കാര്യം എന്താ പറയുന്നത്, നല്ല പോലെ ആ സ്റ്റണ്ടും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സ്റ്റണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പുഷ്പ 1 കണക്ക് തന്നെ വർക്കൗട്ടാവുന്ന സ്റ്റണ്ടാണ്. പിന്നെ അറിയാമല്ലോ തെലുങ്ക് പടത്തിൻ്റെ അതിൻ്റേതായ ഫോർമാറ്റ് ഉണ്ട്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതാണ്. പിന്നെ ഫഫയുടെ അഭിനയം അതൊക്കെ കൊടുത്തേക്കുന്ന അയാൾ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ആക്ടറെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ ആക്ടിങ് ഒട്ടും മോശമല്ല. അയാൾക്ക് കൊടുത്തേക്കുന്ന ഇത് ചെയ്തിട്ടുണ്ട്. രശ്മിക മന്ദാന കൊടുത്തിരിക്കുന്ന റോളുകൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പലരും ഞാൻ തിയേറ്റർ റെസ്പോൺസൊക്കെ എടുത്തപ്പോൾ പലരും പറയുന്നുണ്ട് രശ്മിക മന്ദാന കുറച്ച് ഓവറാന്നൊക്കെ പറയുന്നത് കേട്ടു. ഒരിക്കലും അല്ല കേട്ടോ. എനിക്കങ്ങനെ തോന്നി. എനിക്ക് പേഴ്സണലി തോന്നിയത്
രശ്മിക കൊടുത്ത റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭഗത് വാസിൽ അല്ലു അർജുൻ നമ്മൾ പ്രതീക്ഷിച്ച കണക്ക് തന്നെ ഒരു പുഷ്പ 1ൻ്റെ ആ ഒരു മോഡൽ തന്നെയാണ് ചെയ്തു പോകുന്നത്. പിന്നെ അവസാനം സെൻറ്റിമെൻറ്റ്സ് അത്ര പുള്ളിക്ക് അങ്ങോട്ട് ചേരുന്നില്ലായിരുന്നു. പക്ഷെ വർക്കൗട്ടായി, സംഭവം വർക്കൗട്ടായി. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പബ്ലിക്ക് ഞാൻ പൊതുവെ കാണുമ്പോൾ കുറേ കയ്യടി സീനുകളൊക്കെ ഉണ്ട്. ഇപ്പം എൻട്രി ഈ സിനിമയുടെ ആദ്യം തന്നെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് എന്തിനാ എടുത്തു വെച്ചതെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. സിനിമ നമ്മൾ അത് കണ്ട് തുടങ്ങാൻ നേരത്ത് ഈ പറയുമാതിരി ജപ്പാനും ഒക്കെയാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഈ സിനിമയായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള കാര്യങ്ങളാണ്. ഒരു ബന്ധമില്ല. ഭയങ്കര ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ആദ്യത്തെ സീനൊക്കെ എടുത്തു വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചത് പുഷ്പയല്ലേ, ഇനി ഒരു പടം മാറ്റി കിട്ടുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്ത് പറയുന്നത്, ആ പറയുന്ന സാധനം പിന്നെ ആ സിനിമയിൽ എവിടെയും പറയുന്നില്ല എന്ന് മാത്രമല്ല, അത് ഒരു മാസിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എൻട്രിക്ക് വേണ്ടി എടുത്തു വെച്ച കണക്ക് എനിക്ക് തോന്നി. അത് വേണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാര്യം ആ സിനിമയ്ക്ക് ആവശ്യമില്ലാത്തൊരു സംഭവമാണ്. കാര്യം സിനിമ ഇങ്ങനെ വലിച്ചു നീട്ടി 3 മണിക്കൂർ പോകും എന്ന് വെച്ചാൽ ലാഗാന്നല്ല, സിനിമ ലാഗാന്നല്ല, സിനിമ ഒന്നാതെ ഈ പറയുമാതിരി എക്സ്ട്രാ ടൈമിലേക്ക് പോവുകയാണ്. 3-3.5 മണിക്കൂറിലേക്ക് 3 മണിക്കൂറിലേക്ക് ഈ സിനിമ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാധനം ആവശ്യമില്ലാത്ത സാധനമായിരുന്നു. പിന്നെ കുറച്ച് ഈ പറയുമാതിരി ഈ എന്താ പറയുന്നത്, ഈ റൊമാൻസ് ഇവർ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണെന്ന് കാണിക്കാൻ വേണ്ടി റൊമാൻസും കുറച്ച് ഓവറായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എവിടേക്കോ കുറച്ച് ഓവറായിട്ട് റൊമാൻസും ബാക്കി കാര്യങ്ങളൊക്കെ. കാര്യം ഈ ഇതൊക്കെ ഉണ്ട്, എനിക്ക് റൊമാൻസ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആവശ്യമില്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാതെ ഈ പറയുമ്പോൾ ഒരു കാര്യമായിട്ട് സിനിമയെ ഒരു മോശം പറയാനൊന്നുമില്ല കേട്ടോ. സിനിമ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി പടം തന്നെയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് രക്ഷയില്ല. പിന്നെ BGM ഒക്കെ അത് നിങ്ങൾ കണ്ടായിരിക്കും. അപ്പം പൊതുവെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ വിജയിച്ചിരിക്കുകയാണ്. പിന്നെ സുകുമാർ എന്ന് പറയുന്ന സംവിധായകന് എന്തെങ്കിലും എടുത്തു പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരു അല്ലു അർജുൻ പടം, പുള്ളിയുടെ കൈമുദ്ര പതിപ്പിക്കുന്ന ഒന്നും തന്നെ ഈ സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ മറ്റ് സിനിമകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നു, ഇപ്പോൾ KGF കമ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇത് ഈ കള്ളക്കടത്തും കള്ളത്തടിയോട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. പിന്നെ ചില സംഭവങ്ങളുണ്ട്, ഈ ചില സ്ഥലത്തൊക്കെ ഈ പറയുമാതിരി ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം കണക്ക് സംഭവം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എല്ലായിടവും ഈ പറയുമാതിരി ഈ ടോം ആൻഡ് ജെറിയിലെ ഇത് കണക്ക് തന്നെ ടോം പരാജയപ്പെടുന്ന കണക്ക് തന്നെയാണ് ഭഗത് ഫാസിലിൻ്റെ ഇത് സംഭവം. അവർ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്, പക്ഷേ ആ ഒരു സാധനം വർക്കൗട്ടായിട്ടില്ല. ആ ഒരു ടോം ആൻഡ് ജെറി വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഇത്രയൊക്കെ നമുക്ക് ഈ സിനിമയെ പറ്റി പറയാം. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പടം, നല്ല സിനിമ തന്നെയാണ്, തീരെ മോശം പടമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു സിനിമ തന്നെയാണ്. സോ ഇത് എൻ്റെ ഒപ്പീനിയനാണ്. ഇനി പലരും പലരുടെ ഒപ്പീനിയനുമായിട്ട് വരും. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.